നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സാനു. ആദ്യം പ്രധാന വാർത്തകൾ. നല്ല ദിനങ്ങൾക്ക് തുടക്കം കുറിച്ച് കേന്ദ്ര സർക്കാരിന്റെ വക റെയിൽവേ നിരക്ക് വർധന. വെള്ളക്കെട്ടിൽ കുടുങ്ങി കൈനഗിരിയിലെ 40ഓളം കുടുംബങ്ങൾ. UPA സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് തോൽവിയിലേക്ക് നയിച്ചതെന്ന് രമേശ് ചെന്നിത്തല. വാർത്തകൾ വിശദമായി. ആഛേ ദിൻ ആനെ വാലേ, വരാനിരിക്കുന്ന നല്ല ദിനങ്ങളാണെന്ന പ്രഖ്യാപനത്തോടെ അധികാരത്തിൽ വന്ന BJP സർക്കാർ ജനദ്രോഹ നടപടിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ച് കേന്ദ്ര സർക്കാർ റെയിൽവേ യാത്രാ ചരക്കുകൂലി കുത്തനെ കൂട്ടി. യാത്രാ നിരക്ക് 14.2%, ചരക്കുകൂലി 6.5%മാണ് വർദ്ധിപ്പിച്ചത്. സ്ലീപ്പർ ക്ലാസ് നിരക്കുകൾ അടക്കം എല്ലാ വിഭാഗത്തിലും ഇതേ രീതിയിൽ കൂടും. മുൻകൂട്ടി ടിക്കറ്റ് എടുത്തവർക്കും വർധനവ് ബാധകമാകും. ജനങ്ങളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും സഫലമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ താൻ നടത്തുകയെന്ന് പാർലമെന്റിന്റെ ആദ്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് പറഞ്ഞിരുന്നു. അതേസമയം ജനങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും കൈവിടുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇതോടുകൂടി രാജ്യത്തിന്റെ സമസ്ത മേഖലയിലും വിലക്കയറ്റത്തിനുള്ള വാതിലാണ് ഇവിടെ തുറക്കപ്പെടുന്നത്. പൊതുവിപണിയിലെ വില വാണം പോലെ കുതിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ വക റെയിൽവേ നിരക്ക് വർധനവ്. വെള്ളപ്പൊക്കക്കെടുതിയിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് കൈനഗിരി പഞ്ചായത്തിലെ 9ാം വാർഡ്. 40ഓളം കുടുംബങ്ങളാണ് ഇവിടെ ദുരിതം അനുഭവിക്കുന്നത്. കണ്ടുകൃഷി പ്രദേശത്തെ 40ഓളം വീടുകളാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് ദ്വീപ് പോലെ കിടക്കുന്നത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണെങ്കിലും കുടിക്കുവാൻ ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ പണം കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ് ഇവിടുത്തെ കുടുംബങ്ങൾക്ക്. കൈനഗിരി പഞ്ചായത്തിലെ 9ാം വാർഡിൽ കണ്ടുകൃഷി സ്ഥലമാണിത്. ഈ അവസ്ഥ ഒരു 10 വർഷം തുടരുകയാണ്. ഇത് കുഞ്ഞുങ്ങൾ 4 പെൺപിള്ളേർ വളരുന്ന സ്ഥലമാണ്. കൊതുകും മറ്റ് കക്കൂസിന്റെ ഇതും എല്ലാ വരുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് കൈനഗിരി പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് തരണം. കൈനഗിരി പഞ്ചായത്തിന്റെ 9ാം വാർഡിൽ കണ്ടുകൃഷിയാണ് ഈ സ്ഥലം. ഇവിടുത്തെ വെള്ളം കൊള്ളത്തില്ല. ഇവിടെ പിള്ളേർ 12 മാസം ഇവിടെ വെള്ളമാണ്. ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ഒരു സഹായവും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടുത്തെ ഈ വെള്ളമാണ് ഞങ്ങൾ പാത്രം കഴുകാനും കുളിക്കാനും എല്ലാത്തിനും ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ തോടൊന്ന് ഞങ്ങൾക്ക് നികത്തി തന്നു ഞങ്ങളുടെ ഈ ഇതുമൊക്കെ ഒന്ന് പൊക്കി തന്നാൽ കൊള്ളാം. വെറും പഞ്ചായത്തിൽ നിന്ന് ഒരു സഹായങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ഇഷ്ടം പോലെ പിള്ളേരാണ്. ഇവിടെ പകർച്ചവ്യാധികളെല്ലാം പടർന്നു പിടിക്കുകയാണ്. ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട്. വേനൽക്കാലത്ത് പോലും ഈ പ്രദേശത്തെ വീട്ടുമുറ്റങ്ങളിൽ വെള്ളമാണെന്ന് നാട്ടുകാർ പറയുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ കടന്നുവരുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അധികാരികൾ തയ്യാറാവണമെന്നും നാട്ടുകാർ കൂട്ടിച്ചേർത്തു. UPA സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടാകുവാൻ കാരണമായതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിച്ചാൽ വരും സർക്കാരുകൾക്കും മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ILO കർമ്മസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന് ആലപ്പുഴയിൽ നടന്ന സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് ഭരണം തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ വലിയ തോതിലുള്ള റെയിൽവേ ചാർജ് വർധനമുണ്ടാക്കി. ഇപ്പൊ ഗ്യാസിന് 10 രൂപ കൂടാക്കി. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചിരുന്നു. ഗ്യാസ് കിട്ടുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ അധികാരത്തിൽ കയറിയപ്പോൾ കൂടുതൽ ജനങ്ങളെ ശിക്ഷിക്കാനുള്ള നടപടികളുമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരായി അതിശക്തമായ പോരാട്ടത്തിന്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. ജനവിരുദ്ധമായ നടപടികളുമായി മുന്നോട്ട് പോയാൽ അതിനെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത്.
ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ INTUC ജില്ലാ പ്രസിഡന്റ് ബാബു ജോർജ് അധ്യക്ഷത വഹിച്ചു. KC വേണുഗോപാൽ MP മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് A. ഷുക്കൂർ, AK രാജൻ, സംസ്ഥാന സെക്രട്ടറി സജീവ് ജനാർദ്ദനൻ, G. ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിൽ കെട്ടിട നികുതി കുടിശ്ശിക വരുത്തിയ നികുതിദായകർക്ക് 30/6/2014 തിങ്കളാഴ്ച വരെ പിഴപ്പലിശ ഒഴിവാക്കി ഒറ്റത്തവണയായി അടയ്ക്കുവാൻ സാധിക്കുമെന്ന് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ചങ്ങനാശ്ശേരി ബൈപ്പാസ് റോഡിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ നിക്ഷേപിച്ചിട്ടും നഗരസഭയോ പോലീസോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ. ചങ്ങനാശ്ശേരി ബൈപ്പാസ് റോഡിന് ലാപ്പാടം ജംഗ്ഷൻ മുതൽ SH സ്കൂളിന് സമീപമുള്ള സിഗ്നൽ വരെയുള്ള പ്രദേശത്താണ് കക്കൂസ് മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങളും ഉൾപ്പെടെ നിക്ഷേപിക്കുന്നത്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലെത്തിയാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. മഴക്കാലമായതോടെ മാലിന്യങ്ങൾ ചീഞ്ഞഴുകി ദുർഗന്ധം വമിക്കുന്നത് മൂലം കാൽനട യാത്രക്കാർക്കോ വാഹന യാത്രക്കാർക്കോ റോഡ് വഴി സഞ്ചരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുവാൻ അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ബൈപ്പാസ് റോഡിൽ രാത്രികാലങ്ങളിൽ ശക്തമായ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയൂ. മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി ലക്ഷങ്ങൾ ചിലവഴിക്കുമ്പോഴും രോഗങ്ങളുടെ കേന്ദ്രമായി ഇത്തരം പ്രദേശങ്ങൾ മാറുകയാണ്. അതേസമയം ഇത്തരം സ്ഥലങ്ങൾ ശുചീകരിക്കുവാനോ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുവാനോ നഗരസഭയ്ക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം. ബൈപ്പാസില് റെയിൽവേ സ്റ്റേഷന്റെ പരിസരം മുതൽ പ്ലായ്ക്കാട് ജംഗ്ഷൻ വരെയുള്ള പ്രദേശത്തിന്റെ 2 ഭാഗവും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. കക്കൂസ് മാലിന്യം വരെ നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമായിട്ട് ബൈപ്പാസ് മാറിയിരിക്കുന്നു. യാത്രക്കാർക്ക് വളരെ ദുരിതപരമായ രീതിയിലുള്ള പ്രവർത്തനമാണ് കാണുന്നത്. അടിയന്തരമായിട്ട് ഇതിന്മേൽ നടപടി ഉണ്ടാകണം. മഴക്കാലമായതിനാൽ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഈ സമയത്ത് ഇത്തരം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് വളരെ കുറ്റകരമാണെന്ന് എല്ലാവരെയും ബോധവാന്മാരാക്കണം. അതോടൊപ്പം തന്നെ ഇതിന്മേൽ അടിയന്തരമായ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ ജൂലൈ 5-ന് കാർഷിക മേഖലയിൽ ഹർത്താൽ നടത്തുമെന്ന് അഖില കുട്ടനാട് നെൽ നാളികേര കർഷക ഫെഡറേഷൻ പ്രസിഡന്റ് ബേബി പാറക്കാടൻ KCV വാർത്തകളോട് പറഞ്ഞു. ഖജനാവിൽ പണമുണ്ടെന്ന് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടും സിവിൽ സപ്ലൈസ് കൃഷിമന്ത്രിമാർ കൃഷിക്കാർക്ക് കൊടുക്കുവാനുള്ള പണത്തെ സംബന്ധിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല.
കർഷകരുടെയും കാർഷിക മേഖലയുടെയും പ്രശ്നം പരിഹരിക്കുവാൻ പ്രാപ്തിയില്ലാത്ത കൃഷിമന്ത്രി തൽസ്ഥാനത്ത് തുടരുന്നതിൽ അർത്ഥമില്ലെന്നും ബേബി പാറക്കാടൻ പറഞ്ഞു. നെല്ല് സംഭരണം നടത്തിയിട്ട് ഏതാണ്ട് മാർച്ച് 15 ശേഷമുള്ള കൃഷിക്കാരുടെ നെല്ല് സംഭരണം നടത്തിയ തുക ഇന്ന് വരെ വിതരണം ചെയ്തിട്ടില്ല. കൃഷിക്കാർക്ക് ഈ നെല്ലിന്റെ വില കിട്ടിയിട്ട് വേണം അടുത്ത കൃഷി ഇറക്കുന്നതിന്, അവന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന്, സഹകരണ സംഘങ്ങളിൽ നിന്നും മറ്റ് ബാങ്കുകളിൽ നിന്നും എടുത്തിരിക്കുന്ന തുക വീട്ടുന്നതിന് ഒക്കെ ഈ നെല്ലിന്റെ വില അവന് കിട്ടിയാൽ മതിയാകും. ഈ നെല്ലിന്റെ വില കിട്ടിയിട്ട് അത് കൃത്യമായി സഹകരണ ബാങ്കിൽ അടയ്ക്കാത്തത് കൊണ്ട് അവന് ലഭിക്കേണ്ട പലിശ സബ്സിഡി ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത കൃഷി ഇറക്കുന്നതിനും സാധ്യമല്ല. നിലവിലുണ്ടായിരുന്ന നെല്ല് കൊടുക്കുകയും ചെയ്തു, അതിന്റെ വില ലഭിച്ചിട്ടുമില്ല. ഗവൺമെന്റ് ഓരോരോ സമയങ്ങളിൽ ഒരാഴ്ചക്കകം തരാം, 10 ദിവസത്തിനകം തരാം, 1 മാസത്തിനകം തരാം എന്ന് പറഞ്ഞിട്ട് നാളിതുവരെ ആ പൈസ കൊടുത്തിട്ടില്ല. ധനകാര്യമന്ത്രിയെ സമീപിച്ച് ഞങ്ങൾ നിവേദനങ്ങൾ സമർപ്പിച്ചപ്പോൾ 1 മാസത്തിനുള്ളിൽ ഈ പണം കൊടുക്കുമെന്ന് പറഞ്ഞു. ആ 1 മാസവും ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഈ പണം 30-ാം തീയതിക്കുള്ളിൽ കൊടുത്തു തീർക്കുന്നില്ല എങ്കിൽ അന്ന് കൂടുന്ന വിപുലമായ കർഷക സമ്മേളനത്തിൽ തുടർന്നുള്ള സമരപരിപാടികൾ പ്രഖ്യാപിക്കും. ജൂലൈ 5-ന് ശനിയാഴ്ച കൃഷിക്കാരെ തങ്ങളുടെ പണി നിർത്തിവെച്ചുകൊണ്ട് കർഷക ഹർത്താൽ നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നെൽനാളികേര കർഷക ഫെഡറേഷൻ മറ്റു കർഷക സംഘടനകളുമായി ചേർന്നുകൊണ്ട് അവരുടെ എല്ലാം പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പല സംഘടനകളും പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൃഷിക്കാരെ അവരുടെ പണിസ്ഥലം ഉപേക്ഷിച്ചുകൊണ്ട് ജൂലൈ 5-ന് കൃഷിപ്പണികൾ നിർത്തിവെച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് കൈനഗിരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ബോധവൽക്കരണവും ലഘുലേഖ വിതരണവും നടത്തി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെയും അനധികൃത മദ്യവിൽപ്പനയും കൈനഗിരിയിൽ തടയുവാൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 15 വാർഡുകളിലും പ്രത്യേകം ജാഗ്രതാ സ്ക്വാഡുകളെ നിയോഗിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KP സോമനാഥൻ ജാഗ്രതാ സ്ക്വാഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മധു സി കുളങ്ങര, ജോൺസൺ, റിജോ തുടങ്ങിയവർ സംസാരിച്ചു. BJP കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനസംഘം സ്ഥാപക നേതാവായ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ അനുസ്മരണ സമ്മേളനം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് വെള്ളിയാകുളം പരമേശ്വരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ശ്യാമപ്രസാദ് മുഖർജിയുടെ അനുസ്മരണ സമ്മേളന ദിവസം നമ്മൾ അദ്ദേഹം ആരായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്തായിരുന്നു എന്ന് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരും സമൂഹവും മനസ്സിലാക്കേണ്ട കാലമാണ്. ഇന്ന് നമ്മുടെ നാട്ടില് വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കാശ്മീരിന് കൊടുത്തിട്ടുള്ള പ്രത്യേക പദവി 370-ാം വകുപ്പ്. ആ വകുപ്പ് എടുത്തുമാറ്റണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഭാരതമെമ്പാടും വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഒരു കാലത്ത് ഈ 370-ാം വകുപ്പ് എടുത്തുമാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനസംഘത്തിന്റെ സ്ഥാപക നേതാവായിരുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്യാമപ്രസാദ് മുഖർജി അദ്ദേഹത്തിന്റെ ജീവിതം അർപ്പിക്കപ്പെട്ടു. ഭാരതം കണ്ട ദേശീയ നേതാവായ ശ്യാമപ്രസാദ് മുഖർജി കാശ്മീരിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ ഇന്നും ഭാരത ജനതയ്ക്ക് ആവേശം നൽകുന്നതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വെള്ളിയാകുളം പരമേശ്വരൻ പറഞ്ഞു. നിയോജക മണ്ഡലം പ്രസിഡന്റ് MR സജീവ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് V സുധീർ, D പ്രസന്നകുമാർ, K ഉല്ലാസ്, മണിക്കുട്ടൻ ചേലേക്കാട്, KN കൃഷ്ണൻ, KG കൃഷ്ണൻ നായർ, AN ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ആലപ്പുഴയിൽ നടന്നു. അധ്യാപക ഭവനിൽ നടന്ന പരിപാടി KSTA സംസ്ഥാന സെക്രട്ടറി KC ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളാണിതെല്ലാം. ജില്ലാ കമ്മിറ്റി ആയാലും കൗൺസിൽ അംഗങ്ങളായാലും എല്ലാം 100ന്റെ 1 എന്ന രീതിയിലാണ് കൗൺസിൽ അംഗങ്ങൾ. 100 പേരുടെ പ്രതിനിധിയാണ് ഒരു കൗൺസിലർ. 100 പേർക്ക് വേണ്ടിയാണ് ഒരു കൗൺസിൽ അംഗം. അത് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനം. അതുപോലെ കമ്മിറ്റി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ സംഘടനയുടെ പ്രവർത്തനങ്ങളോടൊപ്പം ഈ മേഖലയുടെ അധ്യാപകരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കാൻ വേണ്ടിയാണ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു കൗൺസിൽ അംഗത്തിന്റെ
പ്രാഥമികമായ ചുമതല. ആ ചുമതല നിർവഹിക്കില്ല എന്നുള്ളത് സംഘടനയ്ക്ക് അംഗീകരിക്കാൻ കഴിയും. ജില്ലാ പ്രസിഡന്റ് ഡി സുധീഷ് അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MT പ്രസാദ്, S രാജേഷ്, VR മഹിളാമണി, N ഉണ്ണികൃഷ്ണൻ, D ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജൂലൈ 5-ന് KSTA സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്കുള്ള മാർച്ചും ധർണയും വിജയിപ്പിക്കുന്നതിനായി കൺവെൻഷനിൽ തീരുമാനമെടുത്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ കുട്ടനാട് ഏരിയ കൺവെൻഷനും വെളിയനാട് യൂണിറ്റ് കുടുംബസംഘവും നടന്നു. കിടങ്ങറ ഫെഡറൽ ബാങ്ക് ജംഗ്ഷന് സമീപം നടന്ന യോഗവും കുടുംബസംഘവും കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ES ബിജു ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ചെറുകിട വ്യാപാരികൾ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ, ബജറ്റിലധികം അടക്കം പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ ഇടത്തരം ചെറുകിട കച്ചവടക്കാർക്ക് കിട്ടുന്നില്ല. മറിച്ച് വൻകിട കോർപ്പറേറ്റുകളും കമ്പനികളും തട്ടിക്കൊണ്ടുപോവുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ എഴുതിത്തള്ളുന്നു എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നു. അതിന്റെ ആനുകൂല്യം കിട്ടുന്നത് 5-ൽ താഴെ അല്ലെങ്കിൽ 10-ൽ താഴെ വൻകിട വ്യവസായികൾക്കും വ്യാപാരികൾക്കുമാണ്. ബഹുഭൂരിപക്ഷം വരുന്ന ഇടത്തരം ചെറിയ കച്ചവടക്കാരന് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. 10,000 രൂപ വായ്പ എടുക്കുന്ന കച്ചവടക്കാരൻ തിരിച്ചടച്ചില്ലെങ്കിൽ അവന്റെ ജപ്തിയും റിക്കവറിയും നടപടികളുമായി നേരിട്ട് പ്രതിസന്ധിയിലെത്തി ആത്മാഭിമാനം നഷ്ടപ്പെടുമ്പോൾ ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൻകിട കച്ചവടക്കാർക്ക് കിങ്ഫിഷർ പോലെയുള്ള വൻകിട മുതലാളിമാർക്ക്, വിജയ് മല്ലയ്യ പോലുള്ള മുതലാളിമാർക്ക് ആയിരക്കണക്കിന് കോടി രൂപ സൗജന്യമായി എഴുതിത്തള്ളുമ്പോൾ അവർക്ക് യാതൊരു റിക്കവറിയില്ല, നടപടിയില്ല, ജപ്തിയില്ല, ആത്മഹത്യയില്ല. ഇടത്തരം ചെറുകിട കച്ചവടക്കാരൻ ഇത് വായ്പ എടുക്കുകയും ആത്മഹത്യക്ക് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. കേരള വ്യാപാരി വ്യവസായ സമിതി കുട്ടനാട് ഏരിയ പ്രസിഡന്റ് KP ഷാജി അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി KK അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. PC മോനിച്ചൻ, O അഷറഫ്, തോമസ് പൈലി തുടങ്ങിയവർ സംസാരിച്ചു. തായങ്കരി ശ്രീ ദുർഗാ ഭദ്രകാളി ക്ഷേത്രത്തിൽ കലശാഭിഷേകം നടന്നു. തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ പുതുമന ശ്രീധരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. തിങ്കളാഴ്ച രാവിലെ 5:30-ന് അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ദേവിമാർക്ക് പഞ്ചഗവ്യ നവകലശാഭിഷേകത്തോടുകൂടി പൂജയും ഹനുമാൻ സ്വാമിക്ക് ഒറ്റ കലശാഭിഷേകത്തോടുകൂടി പൂജയും നടന്നു. ഇനി ചരമവാർത്തകൾ. കൈനഗിരി മണ്ണട വീട്ടിൽ അന്നമ്മ തോമസ് നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 2-ന് കൈനഗിരി സെന്റ് മേരീസ് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. നല്ല ദിനങ്ങൾക്ക് തുടക്കം കുറിച്ച് കേന്ദ്ര സർക്കാരിന്റെ വക റെയിൽവേ നിരക്ക് വർധന. വെള്ളക്കെട്ടിൽ കുടുങ്ങി കൈനഗിരിയിലെ 40ഓളം കുടുംബങ്ങൾ. UPA സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് തോൽവിയിലേക്ക് നയിച്ചതെന്ന് രമേശ് ചെന്നിത്തല. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.